ഈ അധിക ഷോപ്പിംഗ് മാളുകളിൽ പാർക്കിംഗ് ഫീ ഈടാക്കും. അത് ഓരോ മാളിൽ ഓരോ പോലെ ആയിരിക്കും ഫീസ് ഉണ്ടാവും. അപ്പോൾ ചില സ്ഥലത്ത് ഇപ്പൊ കാർ പാർക്കിംഗ് 20 രൂപ, 40 രൂപ, ബൈക്ക് പാർക്കിംഗ് 10 രൂപ, 20 രൂപ, അങ്ങനെ പല മാളുകളിൽ പല രീതിയിലാണ് റേറ്റ് വരിക. അപ്പോൾ ഞാനടക്കം എല്ലാ മനുഷ്യന്മാർക്കും ഈ പാർക്കിംഗ് ഫീ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഇപ്പൊ അത് സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെക്കുക. അപ്പൊ എനിക്കിതിങ്ങനെ കൊടുക്കുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് ഞാനിങ്ങനെ ചോദിക്കും, എന്ത് സർവീസാണ്? ബൈക്ക് ആരും കട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുള്ള സർവീസാണോ, അതോ ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും വണ്ടി കഴുകി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആ സർവീസാണോ? സത്യം പറഞ്ഞാൽ സ്റ്റാഫിന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യല്ലേ. അപ്പോ ഞാനിപ്പോ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. കാരണം അത് മോശമല്ലേ, കാരണം അവര് ഒരു ഉപജീവന മാർഗത്തിന് ചെയ്യുന്ന ഒരു തൊഴിലല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. പകരം ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ഈ 10 രൂപ അല്ലെങ്കിൽ 20 രൂപക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് 500 രൂപ നോട്ട് ഞാൻ എടുത്ത് കൊടുക്കും. അപ്പൊ ഈ 20 ഉറുപ്പ്യക്ക് എടുത്തിട്ട് ബാക്കി 480 രൂപ എനിക്ക് എണ്ണി തിരിച്ച് തരുന്ന സമയത്ത്, ആ പൈസ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ, അതായത് ചില്ലറ ആക്കി കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറ ആക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ കൊടുത്താൽ ചില്ലറ ആക്കിയിരുന്നു. അപ്പൊ അവിടെയും ഗൂഗിൾ പേ ഉണ്ട്, അവിടെ നിന്നും ഇപ്പൊ ചില്ലറ കിട്ടാനില്ല. ഏത് പീടികയിൽ പോയി കഴിഞ്ഞാലും ചില്ലറ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ATM പോയി കഴിഞ്ഞാൽ മിക്കവാറും 500 നോട്ടല്ലാതെ കിട്ടൂല. പിന്നെ ഇപ്പൊ ചില്ലറ ആക്കാൻ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കാണ്. അപ്പൊ പുതിയൊരു ടെക്നിക്കാണ് ഞാൻ കണ്ടുപിടിച്ചത്. ബാങ്കിന് പകരം നമ്മളെ പാർക്കിംഗ് ലോട്ടിൽ, ഷോപ്പിംഗ് മാളിലുള്ള പാർക്കിംഗ് ലോട്ടിൽ ചില്ലറ ആക്കല്. അപ്പൊ മനസ്സിന് ഒരു ആശ്വാസമാണ്, കൊടുത്ത ഒരു വിഷമവും ഇല്ല, അവർ ആ കൂലി വാങ്ങി ചില്ലറ തന്ന പോലെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ